ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ്, എനർജി എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് സ്റ്റാറ്റസ്? എന്താണ്? 3 of Wands എനർജി വന്നിട്ടുണ്ട്. 10 of Cups വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എനിക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. 7 of Swords എനർജി വന്നിട്ടുണ്ട്. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും കേട്ടോ. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടെ 7 of Cups വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് 3 of Wands എനർജിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ കറൻ്റ്ലി കാണുന്നത്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 10 of Cups എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ഫാമിലിയെയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടി ആയിട്ട് ഫാമിലി ഇവിടെ കാണുന്നുണ്ട്. സോ ആ ഒരു ഫാമിലിയിൽ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നു, അതായത് സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പം നിങ്ങളുടെ സമയം മോശമായിട്ടാണ് കാണുന്നത്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ബാഡ് ലക്ക് ആണ്. നിങ്ങളുടെ ടൈം ഇപ്പോൾ മോശമാണ്. അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടാകാം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി വളരെ ലോസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. സംടൈംസ് നിങ്ങൾക്ക് നിങ്ങളെപ്പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. 7 of Swords എനർജിയാണ് ഇത്. ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ചീറ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൺ നിങ്ങളടുത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്, ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഫ്രോഡ് പോലെ. ഓക്കെ, അത് ഈ പേഴ്സൺ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു ഫാമിലി ഉള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് കണ്ടത്. അപ്പം നിങ്ങളുടെ സമയം ഇപ്പം എന്തായാലും കുറച്ച് മോശം ടൈമായിട്ടാണ് കാണുന്നത്. നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് എടുത്ത് നോക്കാം. അതിനു മുൻപേ നിങ്ങൾ തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് കൊണ്ടാക്കിയിട്ടുള്ളതെന്നും കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആരോ ഒരാൾ ഇതിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നും മൂവ് ഓൺ ആവുകയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പം സംസാരിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അപാകത. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തിച്ചേരില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 7 of Cups എനർജി വരുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഒരുപാട് ചോയ്സസ് ഉണ്ട് ലൈഫിൽ. അതായത് നിങ്ങൾ മാത്രമല്ല പ്രപ്പോസൽസ് ആയിട്ട് പോകുന്നത്, വേറെയും മീൻസ് നിങ്ങളുടെ ഇഷ്ടം മാത്രമല്ല വേറെ ആൾക്കാരുടെ ഇഷ്ടവും ഈ പേഴ്സന്റെ ലൈഫിലുണ്ട്. ഓക്കെ, കാരണം ഈ പേഴ്സൺ ഒരു ഡേ ഡ്രീം കാണുന്ന ഒരാളാണ്, അതായത് കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ. അത് കൂടാതെ അവർക്ക് ഒരുപാട് ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഈ സമയം ഇപ്പം നിങ്ങളുടെ സമയം മോശമാണെന്ന് നമ്മൾ കണ്ടു. ആ ഒരു സമയം എൻഡ് ആകുന്ന ഒരു സമയം വരും, പക്ഷെ അത് ഇപ്പോഴല്ല, കുറച്ച് ഡിലേ ആയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമാകും. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസോ ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ്, നിങ്ങൾ നാട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ്, നിങ്ങളുടെ പേഴ്സൺ നാട്ടിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം. ഏജ് ഡിഫറൻസ് ആയിരിക്കാം. ഒരു ഫുൾഫിൽമെന്റ് സംഭവിക്കേണ്ട റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ലവേഴ്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് ഇവിടെ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സമയം ഇപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമല്ല എന്ന് കാണുമ്പോൾ യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണ്, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള യൂണിവേഴ്സ് മെസ്സേജ് ഒന്ന് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ സമയം ശരിയല്ല, സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള മെസ്സേജ് നോക്കാം.
നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾ തന്നെ നേരിടൂ എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാർഡ് വന്നിട്ടുള്ളത്. മോണാണ് അതിനർത്ഥം. അതായത് നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണോ ആ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾ മോൺ ചെയ്യൂ, അതിനെ നേരിടൂ എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഹാർട്ട് ബ്രോക്കൺ ആണ് ഉണ്ടാവുന്നത് എന്ന് കരുതുക. ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ ഹാർട്ട് ബ്രോക്കൺ ആയി കരഞ്ഞിരിക്കാതെ ഒരു ആക്ഷൻ എടുക്കുക, മോൺ ചെയ്യുക. അതായത് ഞാൻ ഇനി കരയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മോൺ ചെയ്യുക, അതൊരു ആക്ഷൻ ആണ്. അപ്പൊ അതുപോലെ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. മോൺ ആണ് കേട്ടോ. ആൻഡ് എഗെയിൻ കൺഫർമേഷൻസ്, നിങ്ങൾ മോൺ ചെയ്യൂ. നിങ്ങൾ അതിൽ തന്നെ സ്ട്രക്ക് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കണ്ട. അതായത് ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഓവറായിട്ട് മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. നിങ്ങൾക്ക് അറിയാമല്ലോ സിറ്റുവേഷൻ എന്താന്നുള്ളത് അറിയാം, ആ പേഴ്സന്റെ ലൈഫിൽ എന്താണ്, നിങ്ങളുടെ ലൈഫിൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ മോൺ ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് നൈറ്റ് ഓഫ് സോട്ട്സ് ആണ്. നിങ്ങൾ ഓവർ തോട്ട്സ് ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുത്ത് പോകുന്നുണ്ട്, ആക്ഷൻ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് ആക്ഷൻ എടുക്കൂ. ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് ആക്ഷൻ എടുക്കാതെ ഒന്ന് ഇരുന്ന് നിങ്ങൾ തന്നെ, ഇപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇവിടെ മെയിൻലി ഗൈഡൻസ് ആയിട്ട് കാണുന്നത്. അങ്ങനെ പറയുമ്പോൾ മോൺ ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് എടുക്കാതിരിക്കുക, പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കുക. ബാഡ് ലക്ക് ആണ് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നതെങ്കിലും മനസ്സിലാക്കുക ഈ സമയം കടന്നു പോകും.